ഓൾ എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. വിനയകുമാർ പറഞ്ഞതുപോലെ ഫെബ്രുവരി 21 റിലീസായി ഗെറ്റ്സ് എ ബേബി. നല്ല നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നത്. കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സും ഒക്കെ പോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അമ്മമാർ ഒരുപാട് പേര് സംസാരിച്ചു. സ്ത്രീകൾ, പറയുന്ന കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയെന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് വേണം, അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. സിനിമ ഈ 21 റിലീസായ ഫാന്റാസ്റ്റിക് റെസ്പോൺസ്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസാവുന്ന സിനിമയാണ്. മാർക്കോ എന്ന സിനിമയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് തോന്നി റിലീസ് കുറച്ചും കൂടി ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നു. ആൻഡ് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി. ഇത് കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു പടമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ YV രാജേഷ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജീവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഓൾ ഗെറ്റ് ടുഗദർ ഈ സിനിമ സംഭവിച്ചു. സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, വാട്ട് ഇസ് ദ റീസൺ ഓഫ് ചൂസിങ് ദിസ് പർട്ടിക്കുലർ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എന്നിലേക്ക് എത്തി. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇറ്റ് റെഡ് ദാറ്റ് ഒരു കുട്ടി അമ്മയോട് ചോദിക്കണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛൻ്റെയും അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജെന്മിൻ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൺസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ പിന്നീട് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമ കാണാൻ പോയി. ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമ, ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു. ആൻഡ് ദാറ്റ് വാസ് സംതിങ്, എന്താ പറയുക, എന്നെ ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ തോന്നി. ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, അച്ഛൻ, അമ്മ, കുടുംബം, ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ, ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ പേഴ്സണലി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേപ്പണിയൻ, നാടകപ്രദം, ഷഫീഖ് സന്തോഷം, ഈ ജയ് ഗണേഷ്, ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമകളാണ്. അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ്സ് എ ബേബി എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുക എനിക്ക് ഫീൽ ചെയ്തു, സജീവിന് ഫീൽ ചെയ്തു, അതിവിടെ ഇരിക്കുന്ന എനിക്കില്ല, വിനയ, എല്ലാവർക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളും ഈ ഒരു സിനിമയുടെ വലിപ്പം ബഡ്ജറ്റിലല്ല, ഐഡിയയിലാണ്, കോൺസെപ്റ്റിലാണ് സിനിമ വലുതാവുന്നത്. ഐ ഫീൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെറ്റ്സ് എ ബേബിയിലൂടെയാണ് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ദിസ് ദ ഹോൾ ഐഡിയ. ഫീഡ്ബാക്ക് ഗംഭീരമാണ്. ഇനിയും സിനിമ പതിയെ പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതുവരെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം. ആൻഡ് സോ ദാറ്റ് നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മീഡിയ